ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റഹീസ് വേൾഡ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്രാഫ്റ്റ് വർക്കുമായിട്ടാണ്. ബേബി ഗേൾ തീമിൽ വരുന്ന നമ്പർ 1 ക്രാഫ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ ക്രാഫ്റ്റ് ചെയ്യാനായി കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. 60 സെൻറ്റിമീറ്റർ നീളമുള്ള നമ്പർ 1 ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ കാർഡ്ബോർഡ് എടുക്കുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളത് തന്നെ എടുത്തോളൂ. ഇനി നമുക്ക് കാർഡ്ബോർഡിൽ നമ്പർ 1 മാർക്ക് ചെയ്യാം. ഞാനിപ്പോൾ 25 സെൻറ്റിമീറ്റർ അളവിൽ നമ്പർ 1ൻ്റെ താഴെ വശം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ശേഷം താഴെ ഭാഗത്തിന് തന്നെ വീതി 8 സെൻറ്റിമീറ്ററിലും മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ 8 സെൻറ്റിമീറ്റർ അളവിൽ 2 വശവും അടയാളപ്പെടുത്താം. ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഞാൻ പെൻസിൽ വെച്ച ഭാഗത്ത് നിന്ന് മുകളിലേക്ക് 53 സെൻറ്റിമീറ്ററിൽ മാർക്ക് ചെയ്യാം. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്തേക്കണം. എന്നാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ഒരു ഡിവൈഡർ ഉപയോഗിച്ച് നമ്പർ 1ൻ്റെ ടോപ്പറിൻ്റെ സൈഡ് വശം കർവ് ഷേപ്പിൽ കൊണ്ടുവരണം. ഇങ്ങനെ ചെയ്താലാണ് ഒന്ന് കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ടാവുകയുള്ളൂ. ഇനി നമുക്ക് ഡിവൈഡർ കൊണ്ട് മാർക്ക് ചെയ്ത ഭാഗം വരച്ചെടുക്കാം. ഇപ്പോൾ എടുത്തിരിക്കുന്ന അളവ് 12 സെൻറ്റിമീറ്റർ ആണ്. 12 സെൻറ്റിമീറ്റർ അളവ് മാർക്ക് ചെയ്ത ഭാഗത്തു നിന്ന് 8 സെൻറ്റിമീറ്റർ അളവിൽ വീഡിയോയിൽ കാണുന്നത് പോലെ വരച്ചു കൊടുക്കുക. ബാക്കിയുള്ള വശവും ഇതുപോലെ വരച്ചെടുക്കാം. അങ്ങനെ നമ്പർ 1 കംപ്ലീറ്റ് ആയി വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് നല്ല പെർഫെക്റ്റായി നമ്പർ 1 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഒരെണ്ണം കൂടി കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെയുള്ള കടലാസ് ഗ്ലാസ് ആണ്. കടലാസ് ഗ്ലാസ് തന്നെ വേണമെന്നില്ല കേട്ടോ. ശേഷം ഓരോ ഗ്ലാസും ഇതുപോലെ വെച്ച് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ ഞാനിത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുത്ത ഒന്നിനെ ഇതുപോലെ വെച്ച് ഒട്ടിച്ചെടുക്കാം. ഒട്ടിച്ചെടുക്കുമ്പോൾ എല്ലാ വശവും ഒരുപോലെ വരുന്നുണ്ടെന്ന് നോക്കിയിട്ട് വേണം ഒട്ടിച്ചെടുക്കാൻ. അങ്ങനെ അതും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റാൻഡ് ചെയ്ത് വെക്കാനും പറ്റുന്നുണ്ട്. ഇനി ഒരു പണിയും കൂടിയുണ്ട്. ഒന്നിൻ്റെ സൈഡ് വശം എല്ലാം ഇതുപോലെ കാർഡ്ബോർഡ് വെച്ച് ഒട്ടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മൾ എല്ലാ വശവും ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്പർ 1നെ കാണാൻ ഒരു ഭംഗി വന്നത്. ഇനി നമുക്ക് കുറച്ചും കൂടി പണിയുണ്ട്. അത് എന്താണെന്ന് നോക്കാം. ഇതാ ഞാനിവിടെ മജന്ത കളർ ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കംപ്ലീറ്റായി കവർ ചെയ്ത് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ ഫോം ഷീറ്റ് കൊണ്ട് കവർ ചെയ്തെടുത്തു കഴിഞ്ഞു. മജന്ത കളറിന് പകരം ബേബി പിങ്ക് കളർ ആണെങ്കിൽ ഒന്നും കൂടി നന്നായേനെ കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ ഭംഗി കൂട്ടാൻ ഒരു ബോ ടോപ്പിൽ തന്നെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ബോ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ചേർത്തേക്കാം.
ഇനി നമുക്ക് പേൾ ഉപയോഗിച്ച് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ നമ്പർ 1 കംപ്ലീറ്റായി റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ? ഈ നമ്പർ 1 ഞാൻ എൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയെടുത്താണ് കേട്ടോ. ഞാനിത് ബേബി ബോയ് തീമിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതിൽ ഞാൻ ഡെക്കറേറ്റ് ചെയ്തത് മീശയും ബോയും അതുപോലെ ടൈയുമാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.